വീണ അത് തന്നെയാണ് ഒരു മഹത്തായ ഒരു സന്ദേശം, സമാനതകളില്ലാത്ത ഒരു സന്ദേശം. അദ്ദേഹത്തിൻ്റെ കുടുംബം കാണിച്ച ആ ഒരു മനസ്സ്, ആ ഒരു നന്മയാണ് പല ജീവനുകൾക്ക് പുതുജീവൻ പകർന്നത്. അതായത് ഹൃദയത്തുടിപ്പുമായി എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും യാത്ര പുറപ്പെടുമ്പോൾ ആ യാത്ര ഒരു ഹൃദയപൂർവ്വമുള്ള ഒരു യാത്രയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? തീർച്ചയായും കെ പി സുരേഷ്, ഹൃദയപൂർവ്വമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ്. കാരണം ഒരു കുടുംബം ആ വേദനയിൽ നിൽക്കുമ്പോൾ മറ്റൊരു കുടുംബത്തിന് പുതുജീവൻ നൽകുന്നു, ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ദുഃഖകരമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ പോലും ആ ഒരു മഹത്തരമായിട്ടുള്ള കർമ്മം ഷിബുവിൻ്റെ അവയവങ്ങളിലൂടെ നിറവേറ്റുകയാണ് ആ കുടുംബം. അദ്ദേഹം അവിവാഹിതനെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും സഹോദരിയും അടക്കം ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. കെ പി സുരേഷ്, വീണ്ടും ഹൃദയത്തുടിപ്പുമായി എയർ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഹൃദയവുമായി അല്പസമയത്തിനകം തന്നെ എയർ ആംബുലൻസ് പുറപ്പെടും. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് പുറപ്പെടുക. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഹൃദയത്തുടിപ്പുമായി എയർ ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ യാത്ര പുറപ്പെടുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഹൃദയവുമായി എയർ ആംബുലൻസ് യാത്ര പുറപ്പെടുക. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് ഹൃദയപൂർവ്വമുള്ള യാത്ര. നന്മ മനസ്സിൻ്റെ, അല്ലെങ്കിൽ മലയാളക്കരയുടെ മറ്റൊരു നന്മയുടെ കാഴ്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപകടത്തിൽ മരിച്ച വ്യക്തിയുടെ ഹൃദയവുമായി മറ്റേ ശരീര ഭാഗങ്ങളാണ് പലർക്കും പുതിയ ജീവിതത്തിൻ്റെ പുതിയ താളങ്ങളും പുതിയ പ്രതീക്ഷകളും നൽകുന്നത്. വലിയ ദുഃഖത്തിനും വലിയ സങ്കടങ്ങൾക്കിടയിലും തങ്ങളുടെ ഉറ്റവൻ്റെ അല്ലെങ്കിൽ ഉറ്റവരുടെ ആ ശരീരഭാഗങ്ങൾ മറ്റ് പല ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകട്ടെ, അതിന് സാധിക്കട്ടെ എന്നുള്ള ആ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ നന്മ. നമുക്ക് കാണാൻ സാധിക്കും എയർ ആംബുലൻസ്, അതിനടുത്തേക്കൊരു വാഹനം വന്ന് നിൽക്കുകയാണ്. ഈ ഒരുക്കങ്ങൾ, ഹൃദയവുമായി യാത്ര പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? അതിൻ്റെ അവസാന ഘട്ടത്തിലാണോ കാര്യങ്ങൾ? സജ്ജീകരണങ്ങളെല്ലാം വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയനിഷ്ഠ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ സമയനിഷ്ഠ പാലിച്ചുകൊണ്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിലാണ് എയർ ആംബുലൻസ് ഉള്ളത്. എയർ ആംബുലൻസിന് സമീപത്തായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ, ഡോക്ടർമാർ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശസ്ത്രക്രിയ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഹൃദയം അങ്ങോട്ടേക്ക്, അതായത് ഗ്രൗണ്ടിലേക്ക് എത്തിക്കും. ഇവിടെ നിന്ന് വാഹനമാർഗം ആംബുലൻസിൽ അങ്ങോട്ടേക്ക് എത്തിക്കും. തുടർന്ന് അവിടെ നിന്ന് എയർ ആംബുലൻസിലായിരിക്കും കൊച്ചിയിലേക്ക് എത്തിക്കുക. കൃത്യമായിട്ടുള്ള ആശയവിനിമയം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഡോക്ടർമാർക്കിടയിലും. ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 10:15 ആരംഭിച്ച ശസ്ത്രക്രിയ അല്പസമയങ്ങൾക്കകം തന്നെ പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്, അതായത് ആദ്യം ഹൃദയമായിരിക്കും കൊണ്ടുപോവുക. തിരുവനന്തപുരത്തെ 2 ആശുപത്രികളിൽ കരൾ, അതുപോലെ തന്നെ വൃക്ക ഒക്കെ ദാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി അതുമായി ബന്ധപ്പെട്ട് ദാനം ചെയ്യുന്നതിനുള്ളതും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കുക എന്നുള്ള കർത്തവ്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടും സമയക്രമത്തിലും ഒപ്പം തന്നെ കൊച്ചിയിലെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടും ചർച്ച നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ ആരംഭിച്ചത്. ശസ്ത്രക്രിയ 1 മണിക്കൂർ പിന്നിടുന്നു. 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൂടിയുണ്ട്. ആ നടപടിക്രമങ്ങളും അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ശസ്ത്രക്രിയ പുരോഗമിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ശസ്ത്രക്രിയ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ നടക്കുന്ന ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുള്ള ആംബുലൻസിൽ, എയർ ആംബുലൻസിൽ തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കും. കൊച്ചിയിലെ ഹയാത്തിലായിരിക്കും അവിടെ എത്തിക്കുക. അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും മെഡിക്കൽ സംഘവും തയ്യാറായി നിൽപ്പുണ്ടായിരിക്കും. അവർ ഏറ്റുവാങ്ങി അധികം വൈകാതെ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ ആരംഭിക്കും. ദുർഗായാമി എന്ന പെൺകുട്ടിക്കാണ് ഹൃദയം ദാനം ചെയ്യുന്നത്. കുടുംബവും ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തു നിൽക്കുന്നത്. ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം
അപ്രതീക്ഷിതമായിരുന്നു ഈ ഒരു വിയോഗം. കൊല്ലം സ്വദേശിയാണ്, വാഹന അപകടമായിരുന്നു. 46 വയസ്സുകാരനാണ്, അവിവാഹിതൻ എന്നാണ് നമുക്ക് കുടുംബാംഗങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഏറെ അദ്ദേഹത്തിൻ്റെ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ആ പ്രതീക്ഷ അസ്തമിക്കുകയായിരുന്നു. തുടർന്നാണ് കുടുംബം വേദനാജനകമായിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും അവയവങ്ങൾ ദാനം ചെയ്യുവാനെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശസ്ത്രക്രിയ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ കുടുംബാംഗങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരി അടക്കം ഉണ്ട്. സേവഭാരതിയുടെ പ്രവർത്തകനായിരുന്നു ഷിബു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് ആൾക്കാരുമായി സഹകരിക്കുകയും സേവഭാരതിയിലെ സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് അവരിൽ നിന്ന്, ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നടക്കം ലഭിക്കുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ അവർക്ക് ദുഃഖമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവയവദാനത്തിന് അദ്ദേഹം നേരത്തെ തന്നെ സമ്മതം അറിയിച്ചിരുന്നു. ആ ഒരു തീരുമാനത്തിലേക്ക് കുടുംബവും എത്തി. അതിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആ ഒരു അന്ത്യയാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള ആ കർമ്മത്തിന്, ആ ഒരു മഹത്തരമായിട്ടുള്ള കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കുടുംബവും സുഹൃത്തുമൊക്കെ. ഈ വിവരങ്ങൾ അറിഞ്ഞ് സേവഭാരതിയിലെ നിരവധി പേരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തകരും നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മഹത്തരമായിട്ടുള്ള പ്രവർത്തനം അത് സമൂഹത്തിന് മാതൃക. എന്തായാലും അല്പസമയത്തിനകം തന്നെ എയർ ആംബുലൻസ് കൊച്ചി ലക്ഷ്യമാക്കി പറന്നുയരും.